ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കാം ഇത്. കുറേ പേര് പത്രത്തിലും അതേപോലെ മറ്റ് വീഡിയോസിലും ഒക്കെ ന്യൂസ് കണ്ടിട്ട് നമുക്ക് പേപ്പർ കട്ടിങ്ങും അതേപോലെ ലിങ്കും ഒക്കെ അയച്ചു തരാറുണ്ടായിരുന്നു. സർ, കേരള വാട്ടർ അതോറിറ്റിയിൽ വീണ്ടും ഓപ്പറേറ്റർ വിളിക്കുന്നു എന്ന് കേട്ടല്ലോ അല്ലേ? നിലവിൽ ലിസ്റ്റുള്ള സമയത്ത് അതിന് വിളിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉദ്യോഗാർത്ഥികൾ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് നമ്മളതിൻ്റെ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ. നിലവിൽ വാട്ടർ അതോറിറ്റിയിൽ ഒരു ഓപ്പറേറ്ററിൻ്റെ ഒരു പുതിയ തസ്തിക വീണ്ടും വിളിക്കാൻ സാധ്യത കുറവാണ്. നിലവിൽ നമുക്ക് ലിസ്റ്റൊക്കെ ഉണ്ട് അല്ലേ? അതുകൂടാതെ നിലവിൽ അതിൻ്റെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതേപോലെ അഡ്വൈസുകൾ പോകുന്നുണ്ട്. ഏകദേശം ഒരു 400ഓളം വേക്കൻസികൾ അഡ്വൈസുകൾ ഇപ്പോൾ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വരട്ടെ, എന്നിട്ടൊരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നു, നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2 പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ്, അത് ഒരു പോസ്റ്റ്. ദെൻ അടുത്തത് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പോസ്റ്റ്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ ഓപ്പറേറ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേരള വാട്ടർ അതോറിറ്റി സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് കാണാം. നമ്പർ ഓഫ് വേക്കൻസി 12 എന്നുള്ളതാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് ഓൺലി ഫോർ ഇൻ സർവീസ് പേഴ്സണൽ വർക്കിംഗ് ഇൻ ദി ലോവർ കാറ്റഗറീസ് ഇൻ കേരള വാട്ടർ അതോറിറ്റീസ്. അതായത് നമുക്കറിയാം, നമുക്ക് പരീക്ഷകൾ വിളിക്കുന്ന സമയത്ത് 2 തരത്തിലാണ് എക്സാം ഉണ്ടാവുക അല്ലേ? ഒന്ന് ജനറൽ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്, രണ്ടാമത്തേത് ഇൻ സർവീസ്, അതായത് നിലവിൽ സർവീസിലുള്ള വ്യക്തികൾക്ക്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ തന്നെ ഓപ്പറേറ്ററിന് താഴെ തസ്തികളിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് എന്ത് ചെയ്യാം? യെസ്, ഇൻ സർവീസ് കോട്ടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മാത്രം നടത്തുന്ന ഒരു പരീക്ഷയാണിത്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് ജനറൽ റിക്രൂട്ട്മെൻ്റ് അല്ല കേട്ടോ. അതായത് വാട്ടർ അതോറിറ്റിയിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇത് ജനറൽ റിക്രൂട്ട്മെൻറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ പത്ര കട്ടിങ്ങിലൊക്കെ ഈ കാര്യം കൊടുക്കാത്തത് കൊണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് കുറേയധികം ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ, മനസ്സിലാക്കുക, ഇത് ഇൻ സർവീസ് കോട്ടയാണ്, അല്ലാതെ ജനറൽ റിക്രൂട്ട്മെൻ്റ് അല്ല. അതുകൊണ്ട് ഒരു നോർമൽ ഉദ്യോഗാർത്ഥി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നിലവിൽ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കേരള വാട്ടർ അതോറിറ്റിയിൽ നോർമലായിട്ടുള്ള പമ്പ് ഓപ്പറേറ്റർ എന്നുള്ള തസ്തിക. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഇൻ സർവീസ് പേഴ്സണൽ കണ്ടോ, അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഏജൊക്കെ മാറിയിട്ടുണ്ടാകും, ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് നിലവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ എന്ത് ചെയ്യണം? സർവീസ് സർട്ടിഫിക്കറ്റ്, നിശ്ചിത ഫോർമാറ്റിലുള്ള സർവീസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഹെഡ് ഓഫ് ഓഫീസിൽ നിന്ന്, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങണം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ വേണ്ടി സാധിക്കും. ഞാനത് വീണ്ടും പറയുന്നില്ല കേട്ടോ. ദെൻ പാസ് ഇൻ SLC ഓർ ഈക്വലൻ്റ് ആയിരിക്കണം. അതേ കൂടാതെ NTC സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട്. അതായത് ഓപ്പറേറ്റർ തസ്തികയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതായത് ഇൻ സർവീസിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്പറേറ്റർ തസ്തികയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ഡൗട്ട് ഒഴിവായല്ലോ. ഓപ്പറേറ്റർ ഇൻ വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞത് ജനറൽ റിക്രൂട്ട്മെൻ്റ് അല്ല എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ അടിവരയിട്ട് പറയുകയാണ്. ഇനി നെക്സ്റ്റ് വേറെ ഒന്നുണ്ട്, 193/2024. അതും വാട്ടർ അതോറിറ്റിയിൽ തന്നെയാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ്, കമ്പ്യൂട്ടർ അനലിസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. സ്കെയിൽ ഓഫ് പേ ഒക്കെ നിങ്ങൾക്ക് കാണാം. നിലവിൽ 2 വേക്കൻസികളാണ് ഉള്ളത്. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? യെസ്, നോക്കാം. അപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, കുഴപ്പമില്ല. ഏജ് കാണാൻ വേണ്ടി പറ്റും. ക്വാളിഫിക്കേഷൻ എന്താ? ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എനി UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. അതായത് ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായാൽ മതി. പക്ഷേ അതിൻ്റെ കൂടെ കണ്ടോ, PGDCA ഫ്രം എനി ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഓർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സാധാരണ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. കമ്പ്യൂട്ടർ അനലിസ്റ്റ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പോലെയുള്ള തസ്തികൾക്ക് സാധാരണ എക്സ്പീരിയൻസ് ആണ് പറയാറ്. ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്ലസ് PGDCAയുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കണം കേട്ടോ. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓക്കെ ആണല്ലോ, നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും ഒഴിവായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ പരീക്ഷ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ടല്ലോ. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിലവിൽ പുതിയൊരു എക്സാം ഇലക്ട്രീഷ്യനൊക്കെ വന്നിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള
വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് ചോദിച്ചാൽ ഞാൻ എൻ്റെ ലിങ്കൊക്കെ തരാം കേട്ടോ. അപ്പോൾ അത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.